വെൽക്കം. ഇത് ട്രാവൻകൂർ ഹെറിറ്റേജ് ആണ് റിസോർട്ട്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭവമാണ് അച്ചാർ. ഓറഞ്ച് അച്ചാറാണ്. ആദ്യമായി സൺഫ്ലവർ ഓയിൽ 4 ടീസ്പൂൺ. ഇതിൽ നിന്ന് ചൂടായതിന് ശേഷം ഉലുവ ഒരു 1/2 ടീസ്പൂൺ, കടുക് ഒരു 1/2 ടീസ്പൂൺ, അതിനുശേഷം 2 ഉണക്കമുളക്, ഗാർലിക് 1 ടീസ്പൂൺ, ജിഞ്ചർ 1 ടീസ്പൂൺ, ചോപ്പ് ചെയ്ത ജിഞ്ചറാണ്, പച്ചമുളക് ആവശ്യത്തിന്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ. ഇനി കറിവേപ്പില. ഇപ്പോൾ വേപ്പില ഒന്ന് ഇട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരും. ഫ്ലേവർ വരുന്ന സമയത്ത് ഒന്ന് സ്ലോ ഫയറിലിട്ടിട്ട് ഇത് ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഇനി ഇതൊന്ന് കുക്ക് ചെയ്യുക. തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ച്. ഇതിനകത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര, തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ശേഷം വിനാഗിരി. ഇതിന് ഓൾറെഡി ചെറിയ പുളിപ്പുണ്ട് ഓറഞ്ച് ജ്യൂസിൻ്റെ, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1 ടീസ്പൂൺ വിനാഗിരി. സ്റ്റോവിന് ശേഷം സാൾട്ട് ആവശ്യത്തിന്. അതിനുശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇതിലേക്ക് ഇടുക. ഓറഞ്ച് ഇട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക. ഇപ്പോൾ ഓറഞ്ച് കട്ട് ചെയ്തിടുവാണെങ്കിൽ അതിൻ്റെ കുരു കളയണം, അല്ലെങ്കിൽ കയ്പ്പ് ശരിക്കറങ്ങും. ഈ സെയിം പിക്കിൾ നമ്മൾ ഓറഞ്ചിന് പകരം പൈനാപ്പിൾ ഉപയോഗിച്ചുണ്ടാക്കാം. ഇത് തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ പേരാണ് ഓറഞ്ച് അച്ചാർ, ഓറഞ്ച് പിക്കിൾ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓറഞ്ച് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഓറഞ്ച് ജ്യൂസും പിന്നെ ഓറഞ്ച്, പിന്നെ അതിൻ്റെ വേണ്ട കറിവേപ്പില, ഉലുവ, ജിഞ്ചർ, ഗാർലിക്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ സദ്യയുടെ കൂടെ വിളമ്പുന്നൊരു ഐറ്റമാണ്. നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇത് ആവശ്യപ്പെടാറുണ്ട്, ഓറഞ്ച് അച്ചാർ. അപ്പോൾ വിഭവം റെഡി ആയിരിക്കുകയാണ്.